ഹലോ അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയിൽ അലീന വീണ്ടും ശരണ്യയുടെ അടുത്ത് പോയിട്ട് ശരണ്യനെ ആശ്വസിപ്പിക്കുന്നു. ആ വാക്കുകളൊക്കെ പറയുന്നു. മോളെ ചതിക്കുമെന്ന് മോള് വിചാരിച്ചില്ലല്ലോ. മോൾ അറിയാതെ അവന്റെ കെണിയിൽ പെട്ടുപോയതല്ലേ. സാരമില്ല മോളെ വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് ആ വാക്കുകൾ കൊണ്ടുള്ള ഒരു സമാധാനിപ്പിക്കലാട്ടോ നമ്മുടെ ശരണ്യൊക്കെ. പക്ഷെ ശരണ്യാണെങ്കിൽ നമ്മുടെ അലീനയുടെ വാക്കുകളൊക്കെ കേട്ട് ഇങ്ങനെ ആ ഒരു കരച്ചിലൊക്കെ മാറ്റി ഇപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ആയി തുടങ്ങി നമ്മുടെ ശരണ്യയുടെ മുഖത്തെ. അപ്പുറത്താണെങ്കിലും നമ്മുടെ മനു കൃഷ്ണമോളെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടി അലീന ഇതുവരെ തിരിച്ചു വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അപ്പൊ മനുവേട്ടനോടൊന്നും പറഞ്ഞില്ല, അലീന ചേച്ചി ശരണ്യയെ കാണാൻ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനു പറയുന്നുണ്ട്, ആ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും നേരമായില്ല, ഇത്രയും നേരമായിട്ടും തിരികെ വന്നില്ലല്ലോ, ഇനി അവിടെ വീണ്ടും വല്ല പ്രശ്നവും നടന്നോ എന്നൊക്കെ നമ്മുടെ മനു ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ അതിങ്ങനെ കേട്ടിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഞെട്ടി സങ്കടപ്പെട്ട് എന്താ പറയാ എന്താ പറ്റിയെന്നറിയാതെ ഇങ്ങനെ ഒരു ആകാംക്ഷയിൽ നിൽക്കുന്നുണ്ടേ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ബാലചന്ദ്രനെ കട തുറക്കാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ പോലീസ് നമ്മുടെ എസ് ഐയുടെ അടുത്താണ് വരുന്നത്. അപ്പൊ എസ് ഐ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിക്കും നിങ്ങൾക്ക് കട തുറക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ? നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള മൂന്നാലല്ല 19ഓളം കടകള് അടിച്ചു പോകാനുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ബാലചന്ദ്രൻ പ്രതികരിക്കുന്നതായിട്ട് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നില്ല. ഇനി എപ്പിസോഡ് വരണം, എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്ത് മറുപടി ആയിരിക്കും കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാനല്ലേ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.